ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേബി ഇനിയല്ലോ. അപ്പം നൈറ്റ് 2 ആണ് ഞാൻ കളിക്കാൻ. നൈറ്റ് 1 എനിക്ക് കളിക്കാൻ മൂടില്ല. ഞാൻ നൈറ്റ് 2 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പം നൈറ്റ് 2 കളിക്കാം. നൈറ്റ് 2 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെറുക്കനെ ഉറക്കിയിട്ട് തന്നെയാണ്. കുറച്ച് നേരം ടി വി ആണ് എവിടെ നല്ല സൗണ്ട് തന്നെ ഇത്രയും അങ്ങനെ നമ്മിത് ടി വി കണ്ട സാധനമാണ്. ഞാൻ ടി വി എന്താണത് ഗൈസ്? ഗൈസ് എനിക്ക് ആ പാവക്കൊച്ചിനെ കീറി ഗൈസ് അതിന്റെ തല നോക്കി ഭയങ്കര ഇഞ്ചോർഡായിട്ടിരിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, സോഫയെ കൊണ്ടുവെക്കാം ഗൈസ്, പിന്നെ മേളൊക്കെ. ഉറങ്ങി ഉറങ്ങി ഞാൻ ലാസ്റ്റ് ഇതായിട്ടുണ്ട്. ഗൈസ് നൈറ്റ് 3 എത്തി. ഓക്കെ, നൈറ്റ് 3 കളിക്കാം ഗൈസ്. ഗൈസ് എന്താണ് ഗൈസ്? ഗൈസ് നൈറ്റ് 3 ആണ് കളിക്കണം. ഗൈസ് എനിക്ക് നൈറ്റ് 3 കളിക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ എൻ്റെ അനിയത്തിയും കൂടിയാണ് നൈറ്റ് 3 കളിക്കണം. ഗൈസ് ഞാൻ അടുത്തൊന്നും പോയുള്ളൂ, അപ്പൊ തന്നെ ഇടിവെട്ട് അങ്ങനെ വന്നതായിരുന്നു. എന്തോ കണ്ടമാതിരിയാണ്. ചെറുക്കനെ കൊണ്ട് ഓരോ പണികളെ എത്തിക്കാൻ പറ്റും. നമുക്കിനി ടോസ്റ്റ് ഉണ്ടാകാം. നേരത്തെ മേടിച്ച സാധനത്തിന്റെ പെട്ടി കൂടെ പൊട്ടിച്ച് സെലക്ട് ആക്കി വെച്ചുകൊണ്ട് ഞാൻ അറിയുന്നവരുണ്ട് ഗൈസ്. ഈ പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്ത് എനിക്ക് ASMR ചെയ്യേണ്ടിയിരുന്നു. ഒരു മൂഡ് കളയാനായിട്ട് നമുക്ക് കൊച്ചിന് വേണ്ടി നമുക്കൊരു ചീസി, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചീസി ഉണ്ടാക്കി കൊടുക്കാം. ചീസ് മാത്രം മതിയോ? കുറച്ച് പിക്കിൾ അവിടെ ഇരിക്കട്ടെ. ഒരു പിക്കിൾ അത്ര മതി. ഇത്ര ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ടോസ്റ്റ് റെഡിയാക്കി നമുക്ക് എന്താ ഗൈസ് ഇവിടെ പടക്കം മുട്ടിയാ? ഇതൊക്കെ അങ്ങോട്ട് ചുമന്ന എന്താ കൈ ഓരോ ഭയാനക കേസ്. ഞാൻ നട്ടൂല കഴിച്ചത് കൊണ്ടാലോ. അമ്മമാരുടെ ഒരു പണി ഇവിടെ ചാരും എന്തൊക്കെ കുട്ടികൾ ലാവേ വീടുമീ നക്ഷത്രം കളിക്കണം. ഈ ചെറുക്കന്റെ പണിയേ ആ സാധനമൊക്കെ പൊട്ടിത്തെറിച്ച് മാര്യ കടക്കൂല. ഇതൊക്കെ അത് തുറന്നിട്ടേക്കാണ്. ചെറുക്കനെല്ലായിടത്തും പൊട്ടി ചായ. പീടുമി, ഓ ചെറുക്കൻ്റെ ഒരു പീടുമി. ഓഹോ, ഞാൻ ഇത്രയും ലക്ഷറി ഫ്രിഡ്ജ് ഞാൻ ഇതുവരെയായിട്ടും കണ്ടില്ല. ഇത്രയും നീളമുള്ള ഫ്രിഡ്ജ്. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ തരിയുള്ളൂ. ഒരു പരിപാടിയാണ്. മനുഷ്യനെ ഇതൊക്കെ പേടിക്കാൻ കഷ്ടപ്പെടും. ഇവിടെ ചുന്നാപ്പി മോനെ തണുത്ത് വിറച്ച ഫ്രിഡ്ജിൽ കൂടെയാണ് കേൾക്കുന്നത്. നമ്മളിപ്പോ കാണിച്ചത് ഐഡിയ വെച്ചതാ. ഇവിടെ പാലും കുത്തി നമുക്ക് അങ്ങനെ പോയി നോക്കാം. ഈ വഴിയാണ് പോകുന്നത്. ഇതല്ലേ നമ്മൾ വന്ന വഴി. ഇതിലോട്ടെ മട്ടം വഴിയില്ല. പിന്നെ ഞാൻ പോയ വഴിയെല്ലാം പോയി. നമുക്ക് ഓരോ വഴിയൊക്കെ വന്ന വഴിയൊക്കെ മാറി. എന്താന്ന് പറഞ്ഞൂടാ, വഴിയെല്ലാം മാറി. വഴിയെല്ലൊക്കെ മാറി. ചിക്കൻ വഴി ആവശ്യം ഇരുത്തിയിട്ടായിട്ട് വന്നുണ്ട്. ഇങ്ങനെ ഫ്രിഡ്ജിന്റെ വാതിൽ ഇതാണ് ഈ അപ്പാർട്ട്മെന്റ്. അപ്പത്തന്നെ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ
ലെൻസൊക്കെ ഞാൻ പറയാൻ ഇട്ടേക്കണേ നിങ്ങള് തിന്നണ തിന്ന് നീ എന്റെ ലെൻസൊക്കെ മേക്കപ്പ് ചെയ്ത തിന്നോ നീ ആ പണി നടത്തിയിട്ടുണ്ടല്ലോ അത് പണി നടത്തി തന്നേക്കണേ ചെറുക്കൻ ഓ കള്ളന്മാരേറാൻ വേണ്ടി തന്നിട്ടുണ്ട് ഇതൊക്കെ പച്ചിരിക്കണ ഒരു മെനക്കെട്ടവൻ അല്ല എല്ലാ പണിയും തന്നിട്ട് ചെറുക്കൻ നാപ്പി വരെ എന്നെ അമ്മാറ്റി എന്റെ മോന്തോരെ എനിക്ക് കാണാൻ എന്ത് പ്രേതായിരുന്നു ഞാൻ ആപ്പ് ഇടാൻ മോണേണ് പണ്ടാരംഭിക്കാനായിട്ട് ഒരു ചെറുക്കൻ്റെ ഒരു പണി എമർജൻസി പണി കൊണ്ടാണ് ചെറുക്കനെ ഇവിടെ നിന്നൊക്കെ വന്നത് വെറുതെ എന്റെ അമ്മയൊക്കെ ട്രിപ്പ് പോണത് ആ കൊറേ അടി കൊണ്ടിരിക്കും ഇതൊക്കെ വലിച്ചോരിട്ടുണ്ടാവും ഇതൊട്ടൊന്നും ഇറങ്ങിയ ചെറുക്കൻ എന്ത് നല്ല മോനാണ് അടുക്കളയിലൊക്കെ പണിയൊന്നും ചെറുക്കൻ എനിക്ക് വിശക്കണമെങ്കിൽ എന്നോട് അറിഞ്ഞൂടാം അതെല്ലൊക്കെ ഞാൻ സ്കെച്ചൊക്കെ വരച്ചത് ചോയൊക്കെ കൂട്ടിട്ട് വന്നേക്കണാണ് അങ്ങനെ കിട്ടുവാൻ അയ്യോ ഇതൊക്കെ എന്താണ് കേസ് നീരാളി എന്നാടാ നിന്റെ നീരാളിയെ എഴുത്തിന്ന് നീ ഈ സോന്റെ വയറ്റിൽ കൂടെ ഒക്കെ നീരാളി കൊന്നു കളഞ്ഞു ഗൈസ് പാവം കിട്ടാ ചേർക്കൻ മെനകെട്ടോൻ ഒന്നും അനുസരിക്കൂല ഇവിടെയൊക്കെ അവൻ ചപ്പൻ ചവറോലെ ഇട്ടേക്കണാണ് എന്താണ്ടാ നീ പറഞ്ഞ പ്രദേശം വിളിച്ചാടാ ആ നല്ല കുട്ടി സ്വന്തമായിട്ട് കഥ ബുക്ക് വായിച്ചരാ എനിക്ക് നിന്നോട്ട് കഥയായിട്ട് വായിക്കണ്ടാ പറക്കാൻ പോലെ അറിഞ്ഞൂടെ എന്താണ് കാണിക്കണത് കൈയിട്ടാട്ട് പ്ലെയിൻ പോലെ സൂപ്പർമാൻ പോലെ കിടന്ന് ചിരിക്കണോടാ വാതിലിന്റെ ലോക്കൊക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ ചോയ കൊട്ടിയല്ലേടാ നിനക്ക് കടിയൊക്കെ തന്നേരാടാ മര്യാദക്ക് എന്റെ പൊന്നു ഇതെന്താണ് കഴിച്ചൂടാ ഞാൻ മേടിച്ചത് ട്രെയിനിൽ എവിടെയൊക്കെയാണ് നീരാളിനെ കൊണ്ടുവരണ അവിടെ കൊള്ള മതിൽമേലും ചായ ആക്കിയാ നീ ഇതൊക്കെ ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യും അത് കൊള്ളാം ചെറുക്കനെ പോലത്തെ ഭാവയാ പിന്നെ പോയാലോ പണിയൊക്കെ നിന്നെ മേടിക്കാനാണ് അതിന് നടക്കണം പൊട്ടക്കണക്കിനാണ് ഞാൻ അവിടെ നടക്കണം ഏത് ഈ പ്ലസ്സല്ലേടാ മോനെ ചിരി നിർത്തിയില്ലാണ്ട് ചിരി നിന്നോട് പറയാണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഒതുക്കി വെക്കണം അതാണ് ഞാൻ എന്റെ മനസ്സതാണ് ഗൈസ് ഒതുക്കി വെക്കോ സമ്മതിക്കൂലടാ നീ എന്റെ പൊന്നതെന്നാണ് തെന്നിക്കളിക്കണ ഈ ചെറുക്കൻ എന്താണ് വല്ലോടത്ത് അടങ്ങിയിരിക്കുന്നത് ക്രയോൺസ് ഒന്നും വരൂല ബാക്കി ഇത് വേർഡ് ആയത് ഗൈസ് നമുക്കൊന്ന് പഠിപ്പിച്ചെടുക്കാം ചുമയൊക്കെ ഗൈസ് ചെറുക്കനെ പഠിപ്പിച്ചിട്ട് ആളുള്ള കഴിഞ്ഞ് ഓ ചെറുക്കനെ മൂന്നോട്ടാ എന്താണ് മനസ്സിലും തരൂലെന്നുള്ള ആരും അറിഞ്ഞുകൂടുന്ന മോർണിംഗ് ആണ്ട മണ്ട എനിക്കിവിടെ മോർണിംഗ് ആണ് ഞാൻ കളിക്കണ അവിടെ അല്ലേ അപ്പൊ നിനക്ക് മോർണിംഗ് എന്ന് പറഞ്ഞൂടെ
പഠിക്കാണ്ട് വന്നേക്കണേണ് ഗെയിമിന്റെ അകത്ത് കയറി. ഒന്ന് വരോ? എന്തൊരു വണ്ടാരോ. ആക്ട് 2 കളിക്കാൻ ഗൈസ്. ഇതെന്നാ ഗൈസ്? അതിന്റെ താഴെ Oh, hello, it's Casilda from apartment 10. Well, thank you for the last hit-out today. It went down a treat. I'm off to a concert tonight. Did someone pop over and check in on my little prince? I'm sorry it's so last minute. Take care. Thanks. ചെറുക്കൻ ബെല്ലടിച്ച വരെ നോക്കാം. വാടൊന്ന് ഞാൻ തന്നെ തുറക്കണോലോ. അയ്യോ, എന്നാലും മനുഷ്യനൊരു നല്ല വീട്ടിൽ കയറി വരുമ്പോ ഒരു ബോധം വേണ്ടേ ആൾക്കാർ. എന്റെ സുമിത്ര വരുമ്പോഴൊക്കെ ഞാൻ എന്ത് പറയും? ഇവിടെ നിന്ന് കാണിച്ചു വെച്ചേക്കണ. ആഹാ, ലൈറ്റ് ഉണ്ടായിട്ട് തന്നെ ഇരുട്ടും കൂടി കിടക്കണേണ് വീട്ടിൽ. ലൈറ്റൊക്കെ ഇട്ട് കിടന്നുകൂടെ ചെറുക്കന്. എന്തായാലും സൗണ്ട് പൊക്കോ പൊക്കോ. ആഹാ, ചെറുക്ക വന്നാടാ നീ. ഓ, തീയൊക്കെ വന്നു കഴിച്ച് പുറത്ത്. എന്നോട് പറയാണ് നീ തീ കളിക്കോടാ. ഇല്ലട, ഞാൻ തുറക്കൂല. ഞാൻ പൂട്ടിയിട്ടേക്കണേ. പോടായിരുന്നു. അവിടെ കുഞ്ഞു പാവ കുറ്റികളാണ് നീ എൻ്റെ. ഞാൻ വന്നാലേ ഏതുള്ളൂ. എന്താണ് എനിക്ക് സമാധാനമില്ലേ? ഇത്രേ ഉള്ളൂ. പിഗ്മെന്റ് മാറ്റ്നസ് ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് വേണം. ഇത്രയും കളി എനിക്കറിയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.